എൻ്റെ കാര്യം പറയുവാണെങ്കിൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബോറടിച്ചിരിക്കുമ്പോഴാണ് ഒന്ന് വായിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ബുക്ക് എടുക്കുന്നത്. ഇത്രയും അടിപൊളി സ്റ്റോറി ആയിട്ടും ടൈം കിട്ടുന്നില്ലടോ വായിച്ചു തീർക്കാൻ. പക്ഷേ പ്രശ്നം അതൊന്നുമല്ല, കുറേ ദിവസം കഴിഞ്ഞ് ബുക്ക് എടുക്കുമ്പോഴേ എവിടെ വരെ വായിച്ചു എന്നുള്ള ഓർമ്മ തീരെയില്ല. ഉണ്ട്, ഇന്ന് അതിനൊരു പരിഹാരം കണ്ടെത്തിയേ തീരും. സോ നമുക്ക് ഒരു ബുക്ക് മാർക്ക് അങ്ങോട്ട് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ബുക്ക് മാർക്സ് എൻ്റെ കയ്യിലുണ്ട്. എന്നാലും ബോഹോ ആർട്ടിൻ്റെ തീമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. ആ ചിന്തയ്ക്ക് പിറകിൽ എൻ്റെ ഫ്രണ്ട് സോനയാണ്. ഞാൻ കുറച്ച് ദിവസം മുൻപ് എൻ്റെ ഡെസ്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആൾ ബോഹോ തീമിലുള്ള കുറച്ച് പിക്ചേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഉണ്ട് മെസ്സേജ് അയക്കുന്നു, ആൾക്ക് ബോഹോ ആർട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടൈം കിട്ടുമ്പം ആൾക്ക് ബോഹോ തീമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. സോ ആ ഒരു വിചാരണ കൊണ്ടാവാം എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ബോഹോ തീമാണ് വന്നത്. എൻ്റെ റൂമിലുള്ളതൊക്കെ ഗ്രീൻ ബോഹോ ആർട്ട് ആയതുകൊണ്ട് തന്നെ ഒന്ന് വെറൈറ്റി പിടിച്ചതാണ് ഈ കളേഴ്സ്. പക്ഷേ ഇപ്പോൾ വരയ്ക്കുന്നതാ ഈ ഒരു ഡിസൈനില്ലേ, അതെന്നെ ചെറുതായിട്ടൊന്ന് ചതിച്ചു. ഇപ്പോൾ വരച്ച ഈ ലീഫിലും ഡിസൈനിലൊക്കെ ഒന്ന് ബ്ലാക്ക് ഫില്ല് ചെയ്തെടുക്കണം. ചൂടായപ്പോൾ ആ പോർഷൻ നല്ല വൃത്തികേടായി. അതുകൊണ്ട് തന്നെ തട്ടിക്കൂട്ടി ഒന്നുകൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി സിമ്പിളാണ്, ഹോൾ ഇടുക, ത്രെഡ് ഇടുക. ഇനി സെക്കൻഡ് വണ്ണിൻ്റെ വീഡിയോ കാണിക്കാണ്ട് കൊളായ ഫസ്റ്റ് തന്നെ കാണിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഈ വെയിലത്ത് വീഡിയോ എടുക്കാനും കാണാനൊക്കെ രസമാണ്, പക്ഷെ ഇതിൻ്റെ ചൂട് കുറച്ച് അധികമാണ്. അപ്പോൾ എൻ്റെ പ്രോബ്ലത്തിന് ഒരു പുതിയ പരിഹാരം ഇവിടെ ആയിട്ടുണ്ടേ.